ഹായ് ഓൾ, വെൽക്കം ടു എക്സ്എൻവൈ ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് MTSലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, MTSക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും MTSക്ക് ഓൾറെഡി പഠിച്ചു തുടങ്ങുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഓൾറെഡി എക്സാം അടുത്ത് വരികയാണ്. സോ നിങ്ങൾ MTSന്റെ ഒന്നും ഇതുവരെ ചെക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ MTSന്റെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് സെഗ്മെന്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് MTSന്റെ കൂടുതൽ ഡാറ്റ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി എത്തുന്നതായിരിക്കും. എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇഫ് റൂട്ട് ഓഫ് 1 9/16 ഈക്വൽ ടു 1/x/4 അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരെ അങ്ങ് ചെയ്ത് നോക്കാം. സോ റൂട്ട് ഓഫ് 1 9/16 മിക്സഡ് ഫ്രാക്ഷൻ ആണിത്. ഈക്വൽ ടു 1 + x/4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിത് ചെയ്ത് നോക്കാം. സോ റൂട്ട് ഓഫ് 1 9/16 അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് 1 × 16 + 9 / 16 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യും. ഇതെന്താണ്? 1 + 9/16 ആണ്. അത് 116 + 9 / 16 എന്ന് എഴുതാം. ഇനി ഈ 1 ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നേരെ തന്നെ എഴുതാം. 1 + x/4. ഓക്കെ, ഈ വാല്യൂ ഇവിടെ എന്താ വരിക? 16 + 9 വരിക, അത് 25 ആയിരിക്കും. സോ എന്താ വരിക? റൂട്ട് ഓഫ് 25/16 ഈക്വൽ ടു 1 + x/4. അപ്പൊ എന്താ റൂട്ട് ഓഫ് 25/16 ആണ്. റൂട്ട് 25 എന്ന് വെച്ചാൽ 5 ആണ്. റൂട്ട് 16 എന്ന് വെച്ചാൽ 4 ആണ്. 5/4 എന്ന് വരും. ഇനി ആ 1 ഈ സൈഡിലുള്ള 1 ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. -1 ഈക്വൽ ടു x/4. 5/4 - 1 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/4 ആയിരിക്കും, ഈക്വൽ ടു x/4. അപ്പൊ എന്താ വരിക? 4 ഉം 4 കട്ട് ചെയ്താൽ നമുക്ക് x ഈക്വൽ ടു 1 എന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഏത് ഓപ്ഷൻ ഇവിടെ കറക്റ്റ് വരിക? ഡി ഓപ്ഷൻ 1 ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, റൂട്ട് ഓഫ് 254 + √52 + √144. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം നമ്മുടെ പഠിച്ചിട്ടുള്ള സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇത് നമുക്ക് നേരെ ആൻസർ ചെയ്യാം. യെസ്, റൂട്ട് ഓഫ് 244 + √52 + 144. റൂട്ട് 144 ചോദിച്ചില്ല. അതിന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 12 ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ അടുത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? റൂട്ട് ഓഫ് 244 + √52 ും 12 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 64 ആയിരിക്കും കിട്ടുക. റൂട്ട് 64ന്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് 8 ആണ്. സോ റൂട്ട് ഓഫ് 244 + 8 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് റൂട്ട് 256 എന്ന് കിട്ടും. ഇതെന്തായിരിക്കും? 16 ആയിരിക്കും. 16ന്റെ സ്ക്വയർ ആണ് 256. സോ നമ്മുടെ ആൻസർ എന്താ വരിക? യെസ്, 16. എ ഓപ്ഷൻ 16 ആയിരിക്കും ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. ഇഫ് റൂട്ട് 324 = 18 അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3.24. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തു നോക്കാം? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ഓഫ് 3.24 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ റൂട്ട് ഓഫ് 324 / 100 എന്ന് എഴുതാൻ പറ്റും. അതായത് ഇത് നമുക്ക് മാറ്റി എഴുതിയാൽ റൂട്ട് 324 / √100. ഓക്കെ, റൂട്ട് 324 എന്താ നമുക്കറിയാം, അത് 18 ആണ്. സോ 18 / 10 അതാണ് 1.8. സോ ഏത് ഓപ്ഷൻ അവിടെ കറക്റ്റ് ആയിട്ട് വരിക? ബി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഇത് നിങ്ങൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സംഭവമാണ്. സോ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. യെസ്, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റൂട്ട് 72 + √72 + √72 അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. ഇത് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഇതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. സോ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭവത്തിനെ അങ്ങ് വിളിക്കാൻ പോവാം. 72 + √72 + √72 ആൻഡ് സോ ഓൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഭാഗത്തങ്ങ് സ്ക്വയർ എടുക്കും. x² = എന്തായിരിക്കും വരാൻ പോകുന്നത്? 72 പ്ലസ് ഈ ഒരു വാല്യൂ. ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഈ വാല്യൂ തന്നെയാണ്.
ഈ ഒരു സംഭവം വെച്ചാൽ എക്സ് തന്നെയാണ് സംഭവം. സോ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ആൻസർ എന്താ വരിക? ഈ മൈനസ് എക്സും കൊണ്ട് വരും. യെസ്. ഓക്കെ, സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 72 എന്ന് വരും. നമ്മൾ കാര്യം ചെയ്യാൻ പോവാണ്. നമ്മൾ രണ്ട് സൈഡിൽ ഒരു 1/4 ആണ് മൾട്ടിപ്ലൈ ചെയ്യാം, സോറി ആഡ് ചെയ്യാൻ പോവാം. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു 72 പ്ലസ് 1/4. എന്തിനാണ് ഈ 1/4 ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ സംഭവം എന്താണ്? ഇത് എക്സ് മൈനസ് ഹാഫിന്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക? 72 പ്ലസ് 1/4 എന്താ വരിക? 72 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 288 കിട്ടും. 288 പ്ലസ് 1 ചെയ്താൽ 289/4 കിട്ടും. ഓക്കെ, അതായത് എക്സ് മൈനസ് ഹാഫിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289/4. അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് ഹാഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 289/4 ആയിരിക്കും. അതായത് പ്ലസ് ഓർ മൈനസ് 289ന്റെ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു 17 ആണ്. 17ന്റെ സ്ക്വയർ ആണ് 289. സോ ഇത് നമുക്ക് 17 എന്നത് ഡിവൈഡ് ബൈ റൂട്ട് 4 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ എന്താ വരിക? ഈ മൈനസ് ഹാഫ് അങ്ങോട്ട് പോയാൽ ഹാഫ് പ്ലസ് ഓർ മൈനസ് 17/2. ഇനി ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ട്. നമുക്കറിയാം ഈ ഒരു വാല്യൂ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കുമെന്ന്. അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നുമില്ല, അതെല്ലാം ആഡ് ചെയ്ത് പോവാണ്. ഇത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് അറിയാം. അതുകൊണ്ട് ഇതിന്റെ മൈനസ് പരിപാടി നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ഇതിന്റെ മൈനസ് അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 17/2 ആയിരിക്കും. 1/2 പ്ലസ് 17/2 ആയിരിക്കും. സോ 1 പ്ലസ് 17 ചെയ്താൽ 18 കിട്ടും. 18/2 എന്ന് വെച്ചാൽ 9 ആയിരിക്കും. സോ 9 ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ, നല്ല ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നം അങ്ങ് തീരും. പിന്നെ ഈ ഒരു സംഭവം ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി ഇങ്ങനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ആൻസർ കിട്ടും. സോ ഇങ്ങനെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ 10ാം ക്ലാസ്സിൽ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ്. യെസ്, എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 13 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക, എന്നിട്ട് കമന്റ് സെക്ഷനിൽ മാർക്ക് ചെയ്യുക. യെസ്, എന്നൊക്കെ